ഹലോ ഗൈസ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇലിവിഴ പൂഞ്ചിറയിലേക്കാണ്. തൊടുപുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയും കോട്ടയത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയുമാണ് ഇലിവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിൽ നിന്നും മൂലമറ്റം വഴി അവിടെ നിന്നും കാഞ്ഞാർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇലിവിഴ പൂഞ്ചിറയിൽ എത്താം. എന്നാൽ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ? പോകുന്ന വഴി അത്യാവശ്യം നല്ല കയറ്റമുണ്ടെങ്കിലും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ പോകുന്ന വഴി നമുക്ക് മൂലമറ്റത്തിൻ്റെ വിവിധ രീതിയിലുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർപിൻ ബെൻഡുകളുള്ള വഴിയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതുകൊണ്ട് തന്നെ ഈ വഴി തിരഞ്ഞെടുത്ത് വരുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാനായി. ഈ പോകുന്ന വഴിയിൽ നമുക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇലിവിഴ പൂഞ്ചിറ എന്നാൽ ഇലകൾ വീഴാത്ത പൂക്കളുടെ കുളം എന്നാണ് അർത്ഥം. കാരണം ഇലിവിഴ പൂഞ്ചിറയുടെ മലമുകളിൽ വളരെ നല്ല രീതിയിലാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു ഇല പോലും വന്നടിയാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. കോട്ടയത്തെ പ്രധാന ഹിൽ സ്റ്റേഷനായ മാങ്കുന്നത്ത്, കടയന്നൂർ മല, താനിപ്പാറ എന്നീ മലകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് ഈ ഇലിവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലായി ഒരു കുരിശുപള്ളി കാണാൻ സാധിക്കും. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇലിവിഴ പൂഞ്ചിറ റൂട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഈ വഴി നമുക്ക് ഈരാറ്റുപേട്ട, മേലുകാവ്, മുനിയറ ഗുഹ, ഇല്ലിക്കക്കല്ല് എന്നീ ഇടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഡയറക്ഷനാണ്. നമ്മളിപ്പോൾ ഏകദേശം വളരെ ഉയരത്തിലെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യം ഇടിമിന്നൽ പതിക്കുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഇലിവിഴ പൂഞ്ചിറ. ഇലിവിഴ പൂഞ്ചിറയിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടുന്ന് വലത് സൈഡിലായിട്ട് നല്ലൊരു വ്യൂ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇലിവിഴ പൂഞ്ചിറയുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പൂഞ്ചിറ വ്യൂ പോയിൻ്റ് കാണാനായി കാൽനട മാർഗമോ അല്ലെങ്കിൽ ജീപ്പ് വഴിയോ നമുക്ക് മുകളിലേക്ക് എത്താവുന്നതാണ്. കാരണം ഇത് ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ വളരെ റിസ്ക്കാണ് കയറിപ്പോകാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ജീപ്പ് സവാരി അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം ഇലിവിഴ പൂഞ്ചിറയുടെ മെയിൻ എൻട്രൻസിൻ്റെ വ്യൂ ആണ്. ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് പൂഞ്ചിറ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വേറെ പ്രവേശന ഫീസൊന്നും വേറെ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചു വേണം മുകളിലേക്ക് കയറി പോകാനായിട്ടും. ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായ കുറേ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് കുറേ ദൂരം മുകളിലേക്ക് കയറിയാലാണ് പൂഞ്ചിറ വ്യൂ പോയിൻറ്റിലേക്ക് എത്തുകയുള്ളൂ. പോകുന്ന വഴി അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റം കയറി തന്നെ പോകണം. അതുകൊണ്ട് തന്നെ കയ്യിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് നമ്മൾ കരുതണം. ഇത്രയും ഉയരത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആകാശത്തെ തൊട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. കാരണം അത്രയും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ. ഇവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് കാറ്റ് വീശുന്നത് തന്നെ. ഈ കാണുന്ന ബോർഡിൻ്റെ അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് വ്യൂ പോയിൻറ്റിലേക്ക് നമുക്ക് കയറി പോകേണ്ടത്. അന്യവാഹനങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. അതുപോലെ തന്നെ ഇവിടെ മാലിന്യങ്ങളൊന്നും നമ്മൾ നിക്ഷേപിക്കുകയും ചെയ്യരുത്. ഈ കാണുന്ന കല്ല് പോലെ കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകേണ്ടത്. ഈ കാണുന്നതെല്ലാം ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പുല്ല് ഏതെങ്കിലും ഒരെണ്ണം പറിച്ച് മണത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ്. ഈ കാണുന്ന കല്ല് വിരിച്ച ഈ വഴിയിലൂടെ നടന്നു പോകാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓഫ് റോഡ് ജീപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ചെങ്ങല വിരിച്ച ഈ ഏരിയ വരെയാണ് ഏകദേശം ഈ ഓഫ് റോഡ് ജീപ്പുകൾക്കും വരാൻ അനുവാദമുള്ളൂ. ഇനിയും നമ്മൾ ഏകദേശം കുറച്ചുകൂടി ദൂരം മുന്നോട്ട് സഞ്ചരിച്ചാലാണ് നമുക്ക് പൂഞ്ചിറ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ പറ്റുന്നത്.
നമ്മൾ ഏകദേശം ഇലുവിഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ്. ഇത് പോലീസ് വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇനി ഏകദേശം ഇവിടെ നിന്നൊരു 10-50 മീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇലുവിഴ പൂഞ്ചിറയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സൗബിനൊക്കെ അഭിനയിച്ച മലയാള സിനിമയായ ഇലുവിഴ പൂഞ്ചിറയുടെ ചിത്രീകരണം നടന്നതും ഈ ഏരിയയിലാണ്. ഇത് വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. നമുക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവുകയാണ്. ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് കാറ്റ് വീശുന്നത്. വളരെ ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് കാറ്റ് വീശുന്നത്. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇലുവിഴ പൂഞ്ചിറ വ്യൂ പോയിൻ്റ് ഏരിയ. ഈ കാണുന്നതാണ് മനോഹരമായ ഇലുവിഴ പൂഞ്ചിറയുടെ ഇലുവിഴ പൂഞ്ചിറയുടെ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 6 ജില്ലകളുടെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൺസെറ്റും സൺറൈസും ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാനും നമുക്ക് പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് മലങ്കര ഡാമിൻ്റെ വ്യൂ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വലതു സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ മൂലമറ്റം പവർ ഹൗസിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഈ കാണുന്ന വ്യൂ ആണ് സഞ്ചാരികളെ ഈ സ്പോട്ടിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നത്. ഇലുവിഴ പൂഞ്ചിറ വ്യൂ പോയിൻറ്റിൻ്റെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് ഇലുവിഴ പൂഞ്ചിറ ലേക്കിലേക്കാണ്. ഇലുവിഴ പൂഞ്ചിറ എന്ന ഈ ബോർഡിൻ്റെ ഇവിടെ നിന്നും ഏകദേശം 100 മീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനോഹരമായ ഇലുവിഴ പൂഞ്ചിറ നമുക്ക് കാണാൻ സാധിക്കും. പാണ്ഡവന്മാരുടെ പത്നിയായിരുന്ന ദ്രൗപദി സ്ഥിരമായി കുളിക്കാൻ വരുന്ന ഒരു കുളമായിരുന്നു ഇലുവിഴ പൂഞ്ചിറയിലുള്ളത്. ദേവന്മാരുടെ ശല്യം കൊണ്ട് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഈ കുളത്തിനു ചുറ്റും 3 മലകൾ നിർമ്മിച്ചു. മാങ്കുന്ന്, കൊടയത്തൂർ മല, തോണിപ്പാറ. ഇതാണ് ഐതിഹ്യം എന്ന് പറയപ്പെടുന്നത്. അടുത്തതായി ഇവിടെ നമ്മൾ പോകുന്നത് മുനിയറ ഗുഹയിലേക്കാണ്. ഈ കാണുന്ന മനോഹരമായ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ കാണുന്ന ബോർഡിൻ്റെ അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് മുനിയറ ഗുഹയിലേക്ക് പോകേണ്ടത്. ഈ പോകുന്ന റോഡും ഓഫ് റോഡ് ആയതിനാൽ ജീപ്പിൽ ഒന്നെങ്കിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് കാൽനടയായിട്ട് പോകാം. ഈ കാണുന്ന ചെറിയ തോട് മുറിച്ച് കടന്ന് വേണം മുന്നോട്ട് പോകാനായിട്ട്. പോകുന്ന വഴി അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട്. ഈ കാണുന്ന കല്ല് വിരിച്ച രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാണുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്, പക്ഷേ നല്ല കുത്തനെ കയറ്റം പോലെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാവും നമ്മൾ ഈ കയറ്റം കയറുമ്പം. നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് വേണം കയറാൻ. ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് നമ്മൾ ഈ മല കയറി ചെല്ലണം. എന്നാലാണ് നമുക്ക് ഈ ഗുഹയുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഗുഹയിലേക്ക് നടന്ന് മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മളൊരു പരുവാകും. അതുപോലെ ടയേർഡാവുന്ന രീതിയിലുള്ള കയറ്റമാണ്. ഞാനാണെങ്കിൽ പോയ സമയമാണെങ്കിൽ ഉച്ച സമയമായി. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മുന്നോട്ടെത്തിയാലാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ വഴിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെവിടെയാണ് എന്നൊരു പിടുത്തവും ഇല്ല. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്, മുനിയറ ഗുഹ എന്ന്. എന്തായാലും താഴേക്ക് ഇറങ്ങി നോക്കട്ടെ. ഈ കാണുന്നതാണ് മുനിയറ ഗുഹ. ഈ കാണുന്ന ചെങ്കുത്തായ താഴേക്കുള്ള വഴിയിലൂടെ ആണ് നമുക്ക് ഇറങ്ങി ചെല്ലുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങി പോകണം തോന്നുന്നു. താഴേക്ക് ഇറങ്ങി ചെല്ലുന്തോറും ഒരു ഹൊറർ ഫീലിംഗാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഗുഹയും കാര്യങ്ങളൊക്കെ കണ്ട് താഴേക്ക് തിരിച്ചിറങ്ങാനുള്ള പരിപാടി നോക്കുവാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗുഹ കണ്ടാൽ അറിയാലോ ആ ഗുഹയുടെ ഒരു അവസ്ഥ. ഫുൾ ഇരുട്ടാണ്, പക്ഷെ നല്ല രീതിയിൽ വെള്ളം ശക്തമായി ചാടുന്ന ഒച്ചയാണ്. അടുത്തൊരു ടീമാണെന്ന് തോന്നുന്നു കയറിപ്പോകുന്നുണ്ട്. അവർ ജീപ്പ് ഓഫ് റോഡ് എടുത്തിട്ടാണെന്ന് തോന്നുന്നു കയറി പോകുന്നത്. ഇവിടെ ഓഫ് റോഡ് ജീപ്പേ കയറിപ്പോയാൽ നമ്മൾ ടയേർഡാവില്ല. അങ്ങനെ അവസാനം റോഡിലെത്തി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.